പ്രിയപ്പെട്ടവരെ, ജംഷീറാണ്. ഞാനിന്നൊരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ആൾ നിങ്ങൾക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഒരൊറ്റ കിക്ക് കൊണ്ട് ഫുട്ബോൾ ആസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ ഒരു കുരുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, സച്ചിൻ. ഇന്ന് അവനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ ശാന്തിനഗർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് സച്ചിന്റെ ജനനം. സച്ചിന്റെ ഈ ഫുട്ബോൾ കഴിവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്കൊരാളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഞാൻ യാദൃശ്ചികമായിട്ട് സച്ചിന് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് സച്ചിനൊന്ന് കാണാം, ഒന്ന് അഭിനന്ദിക്കാം എന്ന് കരുതി പോയതാണ്. അപ്പൊ അവിടെ പരിചയപ്പെടേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. സച്ചിന്റെ അമ്മ, അച്ഛൻ, മുത്തച്ഛൻ, മുത്തശ്ശി, ഇവന്റെ ജ്യേഷ്ഠൻ, ഇവരൊക്കെ നല്ല സപ്പോർട്ടുമാണ്. കുട്ടികൾക്ക് അത്തരത്തിലൊരു സപ്പോർട്ട്, ഇപ്പൊ എൻ്റെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം, അത്തരത്തിലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് കഴിവുകൾ ഇന്ന് ലോകം അറിഞ്ഞിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞ് സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ പേറി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. ഈ സച്ചിനെ കാണാൻ പോകുമ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി അവിടെ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് സച്ചിന്റെ അച്ഛൻ കുട്ടനെ കുറിച്ചിട്ടാണ്. കുട്ടൻ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. കുട്ടനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുണ്ടാവുക എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ കുട്ടനെ കുറിച്ചിട്ടാണ് ഒരുപാട് പറയാനുള്ളത്. ഈ സച്ചിൻ നല്ല ഫുട്ബോളറാണ്. സച്ചിൻ നല്ല കഴിവുകളുള്ള കുട്ടിയാണ്. നല്ല പ്രോത്സാഹനം കിട്ടിയ സച്ചിന് വളരെ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. അവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ട് താനും. കുട്ടനെ ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടറിയുണ്ടാവും. കുട്ടൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. കുട്ടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ മത്സരങ്ങളാണ്, അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റുകളാണ്. ഇപ്പോൾ സാധാരണ ഒരു പന്ത് കളിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ പന്ത് തട്ടാൻ കഴിവുള്ള ഒരു കുട്ടിയുടെ, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം സെവൻസ്, അഖിലേന്ത്യാ സെവൻസ് കളിക്കണം എന്നാണ്. അവിടെ അവസാനിക്കും. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ അതല്ല. ഇന്ന് അവർക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവരുടെ സ്വപ്നങ്ങൾ വളർത്താനുള്ള സാഹചര്യങ്ങൾ എന്നുണ്ട്. പക്ഷെ അന്ന് ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കുടുംബത്തിന്റെ ഭാരമൊക്കെ ഏൽക്കേണ്ടി വന്ന കുട്ടനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാനുള്ളത്. നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ് കുട്ടൻ. കുട്ടന്റെ കരിയറിന്റെ അവസാനം, കുട്ടൻ പന്ത് കളി അവസാനിപ്പിക്കുന്നത്, അതായത് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുട്ടൻ കളിച്ചത്, കുട്ടൻ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, KFC കാളികാവിന് വേണ്ടി അഖിലേന്ത്യാ മത്സരങ്ങൾ കളിച്ചിരുന്ന ഒരു പ്ലെയറാണ് കുട്ടൻ. കുട്ടൻ എന്നാ പരിപാടിയൊക്കെ നിർത്തി ചുമട്ട് തൊഴിലാളിയായിട്ട് ജോലി ചെയ്യാം. കുട്ടൻ ഒരു മികച്ച പ്ലെയറാണ്. കുട്ടനെ കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയും. കുട്ടൻ വളരെ മികച്ചൊരു പ്ലെയറായിരുന്നു. KFC കാളികാവിലൊക്കെ കളിച്ച് അത്യാവശ്യം നല്ല ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ്. കുട്ടൻ അങ്ങനെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടൻ മെല്ലെ 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 ജീവിതഭാരമൊക്കെ കയറി. പക്ഷെ കുട്ടന് കഴിയാത്ത സ്വപ്നങ്ങൾ, കുട്ടൻ മാറ്റിവെച്ച അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവൻ്റെ മക്കളിലൂടെ, 2 ആൺകുട്ടികളാണ് കുട്ടന്. ഈ സച്ചിൻ എന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞ് ലോകം മൊത്തം കീഴടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവനൊരു ജ്യേഷ്ഠനുണ്ട്. ഇവർ 2 മക്കളാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഉയരത്തിലും രൂപത്തിലും ഭാവത്തിലൊന്നും വ്യത്യാസമല്ല. 1 വയസ്സിൻ്റെ മാറ്റമേ ഉള്ളൂ. സഞ്ജയ് മികച്ച ഫുട്ബോളറാണ്. സഞ്ജയും സച്ചിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അച്ഛൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റാൻ വേണ്ടി ജനിച്ച 2 മക്കൾ കൂടിയാണ്. രണ്ടും ഒന്നിനൊന്നും മെച്ചം. സാധാരണ അങ്ങനെ ഒരു കുടുംബത്തിലുള്ള 2 പേരും ഒരു ഫുട്ബോൾ വാസനയിലേക്ക് വരിക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. പക്ഷെ ഇത് തനി അച്ഛൻ്റെ പകർപ്പ് 2 ആളും. അതിലിപ്പോൾ സച്ചിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടതൊക്കെ. പക്ഷെ ഒരുപക്ഷെ സച്ചിനേക്കാൾ അല്ലെങ്കിൽ കുട്ടനേക്കാൾ, ഭാവിയിൽ കുട്ടനേക്കാൾ, അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള 2 പ്ലെയറായി മാറാനുള്ള ഒരുപാട് സാധ്യതകളുള്ള 2 ആളുകളാണ്. അത്രയേറെ കഴിവുകളുണ്ട്. ഈ കുട്ടൻ്റെ കഴിവുകളുടെ ഒരു ശതമാനം മാത്രമാണ് ഈ മക്കൾ ഉപയോഗിച്ചിട്ടുള്ളത്.
പക്ഷെ കുട്ടൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളല്ല. കുട്ടൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ പ്രാരാബ്ദങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല, പാറി നടക്കേണ്ട പ്രായമാണ്. ഒരാൾക്ക് 10 വയസ്സ്, ഒരാൾക്ക് 11 വയസ്സ്. പക്ഷെ ഒരു അച്ഛൻ എന്ന നിലയിൽ കുട്ടൻ അഭിമാനിക്കാം. തൻ്റെ മക്കള് ഈ 10ഉം 11ഉം വയസ്സിൽ ഞാൻ ആഗ്രഹിച്ചതൊന്നും നേടാനാവാത്തതിൻ്റെ വിഷമം കുട്ടനുണ്ടാകുമ്പോൾ തന്നെ കുട്ടികളെ അച്ഛൻ്റെ പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഇതാണ്. കഴിവുകൾ നിലനിർത്തി പിന്തുടരുക, അത് വല്ലാത്തൊരു കഴിവാണ്. ദൈവം ഈ കുട്ടികളെല്ലാവരെയും വലിയ വലിയ ഉയരങ്ങളിൽ എത്തിക്കട്ടെ. കുട്ടന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ കുട്ടനങ്ങൾ നേരിട്ട് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടനെ ഞാൻ കണ്ടപ്പോൾ കുട്ടൻ വളരെ 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 ആവേശത്തിലാണ്. തൻ്റെ മക്കളെ കാണാൻ, മക്കൾക്ക് സമ്മാനം നൽകാൻ ആളുകൾ വരിക. അതൊക്കെ കുട്ടൻ്റെ ഒരു എന്താ പറയുക, ഒരു ആങ്സൈറ്റി നമ്മൾ കണ്ടതാണ്. കുട്ടൻ്റെ ഒരു എന്താ പറയുക, കുട്ടൻ്റെ ഒരു ഉത്സാഹം നമ്മൾ ആ വീട്ടിൽ കണ്ടതാണ്. ആ വീട്ടുകാരെല്ലാവരും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, പ്രായമായ കുട്ടൻ്റെ അച്ഛനൊക്കെ ഉണ്ട്, അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, പ്രായമായവർ വരെ നമ്മളോട് കാണിച്ച പെരുമാറ്റം, ആ കുട്ടികളുടെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അവരുടെ സന്തോഷം, അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. യഥാർത്ഥ അച്ഛൻ്റെ മക്കൾ ഇതാണ്. അച്ഛന് കഴിയാൻ പറ്റാത്തതൊക്കെ ഈ മക്കൾ 2 പേരും കീഴടക്കും. ലോകം ഇവരെക്കുറിച്ച് അഭിമാനിക്കും. ഇതിനൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. സച്ചിനെ ഞങ്ങൾ പോയി കണ്ടു. സച്ചിനെ ഞങ്ങൾ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തു. സച്ചിനത് ഇഷ്ടമായി. സച്ചിൻ വളരെ സന്തോഷത്തിലാണ്. സഞ്ജയും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ അങ്ങനെ ഒരാളെ അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ആ വീട്ടിൽ പോകുമ്പോൾ സച്ചിനൊപ്പം സഞ്ജയ്ക്കുള്ള സമ്മാനങ്ങളുമായിട്ടായിരിക്കും ഞങ്ങൾ എത്തുക. ഇങ്ങനെ 2 പൊന്മക്കളെ കിട്ടിയതിൽ കൂട്ടാ നിനക്ക് അഭിമാനിക്കാം എന്നുകൂടെ പറഞ്ഞിട്ടേ ഞങ്ങൾ ഇനി വരുള്ളൂ. നന്ദി, നമസ്കാരം.